ഫുട്ബോൾ വെറുമൊരു 90 മിനിറ്റ് കളി മാത്രമല്ല, അത് അവസാന സെക്കൻഡ് വരെ ശ്വാസം അടക്കി പിടിക്കുന്ന ഒരു വലിയ വികാരമാണ്. അറ്റ്ലാന്റയിലെ മെയ്സ്ലർ സ്റ്റേഡിയം ഇന്നലെ സാക്ഷ്യം വഹിച്ചതും അത്തരമൊരു പോരാട്ടത്തിനാണ്. ലോക ചാമ്പ്യന്മാരായ അർജന്റീനയും ഈജിപ്തും തമ്മിൽ നടന്നത് വെറുമൊരു മത്സരമായിരുന്നില്ല, ചോര തിളക്കുന്ന ഒരു പക്ക മാസ് ത്രില്ലർ സിനിമയായിരുന്നു. ബ്രസീലും പോർച്ചുഗലും വീണതുപോലെ ഇന്ന് അർജന്റീനയും വീഴുമെന്ന് ആരാധകർ ഉറപ്പിച്ച നിമിഷം കൂടിയായിരുന്നു അത്. പക്ഷേ ഫുട്ബോൾ ചരിത്രം മാറ്റിമറിച്ച ആ അവസാന 20 മിനിറ്റ് കളി ആകെ മാറിമറിഞ്ഞു. അവിടെയാണ് അർജന്റീന എന്ന കൊടുങ്കാറ്റ് വീശിയടിച്ചത്. തോൽവിയുടെ വക്കിൽ നിന്ന് വിജയത്തിൻ്റെ കൊടുമുടിയിലേക്ക് അവർ അതിശക്തമായി ഓടിക്കയറുകയായിരുന്നു. മത്സരത്തിന് മുമ്പ് ഫുട്ബോൾ ലോകം പ്രവചിച്ചത് അർജന്റീനയുടെ വമ്പൻ വിജയമായിരുന്നു. എന്നാൽ ആ പ്രവചനങ്ങളെ മുഴുവൻ കാറ്റിൽ പറത്തുന്നതായിരുന്നു ഈജിപ്തിൻ്റെ തന്ത്രങ്ങൾ. കളി തുടങ്ങി മിനിറ്റുകൾക്കകം തന്നെ അവർ ലോക ചാമ്പ്യന്മാരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു. പന്ത് കൂടുതൽ സമയം അർജന്റീന കൈവശമായിരുന്നുവെങ്കിലും കളി കൃത്യമായി നിയന്ത്രിച്ചത് ഈജിപ്തായിരുന്നു. വളരെ മൂർച്ചയേറെ കൗണ്ടർ അറ്റാക്കിലൂടെ അവർ അർജന്റീനൻ ഡിഫൻസിലേക്ക് നിരന്തരം ഇരച്ചു കയറിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ കളിയുടെ 15-ാം മിനിറ്റിൽ യാസർ ഇബ്രാഹിം ഒരു കിടിലൻ ബുള്ളറ്റ് ഹെഡറിലൂടെ ഈജിപ്തിനെ മുന്നിലെത്തിച്ചു. അതോടെ സ്റ്റേഡിയം മുഴുവൻ നിശബ്ദമായി. ആ ഗോള് വെറുമൊരു ഗോൾ മാത്രമായിരുന്നില്ല, അർജന്റീനയുടെ ആത്മവിശ്വാസത്തിനേറ്റ ആദ്യത്തെ കനത്ത പ്രഹരം കൂടിയായിരുന്നു. ഗോൾ വഴങ്ങിയതോടെ അർജന്റീന കളി മാറ്റിപ്പിടിച്ചു. ആക്രമണം അതിശക്തമാക്കി. മധ്യനിരയിൽ നിന്ന് മനോഹരമായി കളി മനഞ്ഞ് അവർ ഈജിപ്തിൻ്റെ ബോക്സിലേക്ക് നിരന്തരം പന്തെത്തിച്ചുകൊണ്ടേയിരുന്നു. അതിനിടയിലേക്കാണ് അർജന്റീനയ്ക്ക് അനുകൂലമായി ഒരു പെനാൽറ്റി ലഭിക്കുന്നത്. സ്റ്റേഡിയം മുഴുവൻ ഒരൊറ്റ പേര് മാത്രം ഉറക്കെ വിളിച്ചു, ലിയണൽ ആൻഡ്രസ് മെസ്സി എന്ന്. എന്നാൽ ഫുട്ബോൾ ലോകത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈജിപ്ഷ്യൻ ഗോൾ കീപ്പർ മുസ്തഫ ഷബായർ ആ പെനാൽറ്റി ഷോട്ട് അതിസാഹസികമായി തടഞ്ഞു. ഷബായറിൻ്റെ ആ വലിയ സേവ് ഈജിപ്തിന് നൽകിയ ഊർജ്ജം ചെറുതൊന്നുമായിരുന്നില്ല. അവിശ്വസനീയമായ റിഫ്ലക്സ് കൊണ്ടുകൊണ്ട് അദ്ദേഹം ഗോൾ പോസ്റ്റിന് മുന്നിൽ ഒരു വൻമതിലായി മാറി. തുടർന്ന് 67-ാം മിനിറ്റിൽ മുസ്തഫ സിഗോയിലൂടെ ഈജിപ്ത് തങ്ങളുടെ 2ാം ഗോൾ നേടി. സ്കോർ ബോർഡ് ഈജിപ്ത് 2 അർജന്റീന 0. അർജന്റീനയുടെ കഥ കഴിഞ്ഞുവെന്ന് ലോകം മുഴുവൻ ഉറപ്പിച്ചു. ആരാധകർ പോലും നിരാശയുടെ ആഘാതത്തിലേക്ക് വീണുപോയ നിമിഷമായിരുന്നു അത്. പക്ഷേ ലോക ചാമ്പ്യന്മാരുടെ യഥാർത്ഥ കളി വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. തോൽക്കാൻ മനസ്സില്ലാത്ത അർജന്റീനയുടെ വിട്ടുകൊടുക്കാത്ത പോരാട്ട വീര്യത്തിനാണ് പിന്നീട് അറ്റ്ലാന്റ സാക്ഷ്യം വഹിച്ചത്. കളിയുടെ 79-ാം മിനിറ്റിലാണ് അർജന്റീന തങ്ങളുടെ ആദ്യ ഗോൾ കണ്ടെത്തുന്നത്. സ്കോർ 2-1 ആയതോടെ കളിയുടെ മനഃശാസ്ത്രം പാടെ മാറിമറഞ്ഞു. അതുവരെ ഡിഫൻസിൽ ഉറച്ചു നിന്ന ഈജിപ്ത് പെട്ടെന്ന് വലിയ സമ്മർദ്ദത്തിലായി. അവർ പന്ത് എങ്ങനെയെങ്കിലും ബോക്സിൽ നിന്ന് ഒഴിവാക്കാൻ മാത്രം നോക്കിയപ്പോൾ അർജന്റീന കൂടുതൽ താരങ്ങൾ മുന്നോട്ട് കയറ്റി ആക്രമണത്തിന് മൂർച്ച കൂട്ടി. ഈജിപ്ത് പ്രതിരോധം പതറാൻ തുടങ്ങിയ നിമിഷങ്ങളായിരുന്നു പിന്നീട് നമ്മൾ കണ്ടത്. ഈ മത്സരത്തിൽ ലിയണൽ മെസ്സിയുടെ സാന്നിധ്യം എത്രത്തോളം വലുതാണെന്ന് വീണ്ടും തെളിഞ്ഞു. പെനാൽറ്റി നഷ്ടപ്പെടുത്തിയെങ്കിലും അദ്ദേഹം കളിയിൽ നിന്ന് ഒട്ടും പിന്മാറിയില്ല. സഹതാരങ്ങൾക്ക് നിരന്തരം അവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു. ആ കഠിനാധ്വാനത്തിനൊടുവിൽ വീണ്ടും ഫലം കണ്ടു. അർജന്റീനയെ സമനിലെത്തിച്ച ആ നിർണായക ഗോൾ മെസ്സി തന്നെ സ്വന്തമാക്കി. നോ അർജന്റീന 2 ഈജിപ്ത് 2. ഈ ഗോളോടെ ടൂർണമെന്റിലെ ടോപ്പ് സ്കോർ സ്ഥാനത്ത് മെസ്സി തന്റെ ആധിപത്യം ഉറപ്പിച്ചു നിർത്തി. മത്സരം സമനിലേക്ക് നീങ്ങുമെന്ന് കരുതിയ ഇഞ്ചുറി ടൈമിലാണ് ആ മാന്ത്രിക നിമിഷം പിറന്നത്. അർജന്റീനയുടെ യുവതാരം എൻസോ ഫെർണാണ്ടസ് ഈജിപ്തും വല കൊലുക്കിക്കൊണ്ട് അർജന്റീനയുടെ വിജയ ഗോൾ 3-2 ആക്കി. തോൽവിയുടെ വക്കിൽ നിന്നും ലോക ചാമ്പ്യന്മാർ ഫിനിഷ് പക്ഷിയെ പോലെ പറന്നുയർന്ന നിമിഷമായിരുന്നു അത്. അർജന്റീന ഈ മത്സരം വിജയിച്ചുവെങ്കിലും വരാനിരിക്കുന്ന വലിയ മത്സരങ്ങൾക്ക് മുമ്പ് അവർ തിരുത്തേണ്ട ചില ഗുരുതരമായ പോരായ്മകൾ ഈ കളി തുറന്ന് കാണിക്കുന്നുണ്ട്. അതിൽ ആദ്യത്തേത് കൗണ്ടർ അറ്റാക്കുകളിലെ തകർച്ചയാണ്. ഈജിപ്തിൻ്റെ 2 ഗോളുകളും അർജന്റീനയുടെ പ്രതിരോധ നിരയുടെ വേഗത കുറവ് കൊണ്ടാണ് സംഭവിച്ചത്. രണ്ടാമത്തേത് ഫിനിഷിങ്ങിലെ പോരായ്മയാണ്. ആദ്യ 70 മിനിറ്റിൽ നിരവധി അവസരങ്ങൾ ലഭിച്ചെങ്കിലും അവയൊന്നും ഗോളാക്കാൻ കഴിഞ്ഞില്ല. വലിയ ടീമുകൾക്കെതിരെ ഇത്തരത്തിൽ അവസരങ്ങൾ പാഴാക്കുന്നത് അവർക്ക് വിനയാകും. മൂന്നാമതായി കളി തുടങ്ങി ആദ്യ പകുതിയിൽ തന്നെ താളം കണ്ടെത്താൻ അർജന്റീന ഒരുപാട് സമയമെടുക്കുന്നതെന്നും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പന്ത് നഷ്ടപ്പെടുമ്പോൾ പ്രതിരോധത്തിലേക്ക് മാറാൻ ടീം ബുദ്ധിമുട്ടുന്നുണ്ട്. പക്ഷേ ഈ പോരായ്മകൾക്കിടയിലും അർജന്റീനയുടെ ഏറ്റവും വലിയ കരുത്ത് അവരുടെ വിട്ടുകൊടുക്കാത്ത ആറ്റിറ്റ്യൂഡ് തന്നെയാണ്. ഏത് പ്രതിസന്ധിയിലും അവസാന വിസിൽ മുഴങ്ങുന്നതുവരെ കളി അവസാനിക്കുന്നില്ലെന്ന് അവർ ഒരിക്കൽ കൂടി തെളിയിച്ചു. കൊളംബിയക്കെതിരെ സ്വിറ്റ്സർലൻഡ് ജയിച്ചു കയറിയതോടുകൂടെ അർജന്റീനയുടെ ക്വാർട്ടറിലെ എതിരാളിയും വ്യക്തമായി. ഇനി വരാനിരിക്കുന്ന മത്സരങ്ങൾ എങ്ങനെയായിരിക്കും ലിയണൽ സെബാസ്റ്റ്യൻ സ്കലോണിയുടെ പ്ലാനുകളെന്ന് നമ്മൾ കണ്ടറിയേണ്ടതുണ്ട്.